ഒരു ചെറിയ വസ്തുവാണെങ്കിൽ പോലും നമ്മളൊരു ഭാരം ചുമന്നുകൊണ്ട് അധിക സമയം നിന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈ തളർന്നു പോകും. വെറുതെ കൈ ഉയർത്തി ഒരു പരിധിക്കപ്പുറം സമയം നിന്നിരുന്നാൽ തന്നെ നമ്മുടെ കൈ ഇങ്ങനെ ഉയർത്തി നിന്നിരുന്നാൽ പോലും തളരുവാൻ ഇടയാകും. പുറപ്പാട് 17-ാം അധ്യായത്തിൽ അമാലേക്യരോടുള്ള യുദ്ധത്തിൽ ജയിക്കുവാൻ വേണ്ടിയിട്ട് മോശ യഹോവയിൽ നിന്നുള്ള അരുളപ്പാട് പ്രാപിച്ച് കൈ ഉയർത്തി നിൽക്കുന്നുണ്ട്. മോശ കൈ ഉയർത്തി നിൽക്കുമ്പോൾ അമാലേക്യനെ ഇസ്രായേൽ ജയിക്കും. കൈ താഴുമ്പോൾ അമാലേക്കർ ഇസ്രായേലിനെ ജയിക്കും. അപ്പോൾ കൈ തളർന്നു പോകുന്ന ഒരു സമയമുണ്ടായി മോശയ്ക്ക്. കൈ ഉയർത്തിപ്പിടിച്ച് കൈ തളർന്നു പോയ സമയത്ത് അഹരോനും ഹൂരും വന്ന് ആ കൈക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് വചനം പറയുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് ഫൈനലി എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു വചനഭാഗമാണത്. ഇസ്രായേൽ അമാലേക്കിനെ ജയിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ഇന്ന് പകലിൽ അതെ, ഹൃദയത്തിന്മേൽ ഭാരം ചുമന്ന് ആരെങ്കിലും ഈ ദൂത് ശ്രവിക്കുന്നുണ്ടോ? നിങ്ങളെ കൊണ്ട് അത് താങ്ങുവാൻ സാധിക്കത്തില്ല. ഒരു പരിധിവരെ നമ്മൾക്ക് ആ ടെൻഷനും വറീസും ഒക്കെ കൈകാര്യം ചെയ്യുവാൻ പറ്റും. അത് നീണ്ടുപോയി കഴിഞ്ഞാൽ, അതിൻ്റെ സമയം വർദ്ധിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരത്തെ അത് ബാധിക്കും, നമ്മുടെ സന്തോഷത്തെ ബാധിക്കും, നമ്മുടെ കുടുംബജീവിതത്തെ ബാധിക്കും. പല മേഖലകളിലും അതേ ഹൃദയത്തിലെ ഭാരം ബാധിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെയാണ്. നമ്മുടെ ബ്ലഡ് പ്രഷർ വർദ്ധിക്കും, സ്ട്രെസ് കൂടും, നമ്മുടെ ഹൃദയത്തിന് വിഷയമുണ്ടാകും. അതെ, പല രോഗങ്ങൾക്കും അതെ ഹൃദയത്തിലെ ഭാരം കാരണമാകും. അത് പല കാരണമാകാം, പല വിഷയങ്ങളായിരിക്കാം ഹൃദയത്തിൽ ഭാരം കടന്നു വരുന്നത്. പക്ഷെ കർത്താവിൻ്റെ വചനം സങ്കീർത്തനം 55-ന്റെ 22 ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. വിശ്വസിച്ചാട്ടെ. ആരെങ്കിലും ഹൃദയം കലങ്ങിയിരിക്കുന്നവരുണ്ടോ? ഹൃദയത്തിൽ മേൽ ഭാരം ചുമന്നു നിൽക്കുന്ന ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂതറിയിക്കുന്നു. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങളുടെ ഹൃദയത്തിന് എന്തുമാത്രം ഭാരമായിരുന്നാലും അതെ, നിങ്ങളുടെ സ്വന്തം ബുദ്ധി വെച്ച് അത് കൈകാര്യം ചെയ്യുവാൻ സാധിക്കത്തില്ല. ഇന്ന് പകലിൽ വിശ്വസിച്ചാട്ടെ, നിങ്ങളെ സഹായിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, മറ്റാരുമല്ല, അത് യേശുവാണ്. അത് യേശു ക്രിസ്തുവാണ്. അത് നമ്മുടെ ദൈവമാണ്. വിശ്വസിച്ചാട്ടെ. ആ യേശുവിൻ്റെ അരികിലേക്ക് നിങ്ങൾ അടുത്തു വന്നാട്ടെ. നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരവുമായിട്ട് അടുത്തു വന്നാട്ടെ. നിങ്ങളുടെ ഹൃദയത്തിലെ വേദനകളെ, പ്രയാസങ്ങളെ കണ്ടറിഞ്ഞ് ഇന്ന് പകലിൽ സ്വർഗം പ്രവർത്തിക്കാൻ പോകുക. അതെ, ഇന്ന് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ ചില വ്യക്തികളുടെ ഹൃദയത്തിലെ ആ ഭാരങ്ങൾ മഞ്ഞുരുകുന്നത് പോലെ ഉരുകി മാറുന്നു. വിശ്വസിച്ചാട്ടെ. ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ പ്രവർത്തിക്കുവാൻ പോകുന്നു. അതെ, ഇന്ന് പകലിൽ ദൈവം തൻ്റെ സന്തോഷത്താൽ, സമാധാനത്താൽ നിങ്ങളെ നിറച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിച്ചാട്ടെ. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ വഴിയരികെ നമ്മളെ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല. അവൻ നമ്മുടെ കരച്ചിൽ കണ്ട് അവിടെ നിന്നേച്ച് ആ കരച്ചിലിൻ്റെ ഉത്തരത്തെ തരുന്ന ദൈവമാണ്. നിങ്ങൾ എന്തിനാ കരഞ്ഞു നിന്ന് ആ കണ്ണുനീരിൻ്റെ അർത്ഥത്തെ തിരിച്ചറിഞ്ഞ് അതിനകത്തൊരു വിടുതലിനെ കൽപ്പിച്ചാക്കുന്ന ദൈവമാണ് ഞാനും നിങ്ങളും സേവിക്കുന്ന യേശു. ആമേൻ. വിശ്വസിച്ചാട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനിട്ട് നന്ദി. ഈ ദൂത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ഹൃദയത്തിലെ ഭാരത്തെ ഇന്ന് പകലിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്വർഗത്തിന്റെ ദൈവം അവർക്ക് സ്വസ്ഥതയും സമാധാനത്തെയും കൽപ്പിച്ചാക്കിയാൽ, ദൈവരെ ധൈര്യപ്പെടുത്തിയാൽ, കർത്താവെ, സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി. സകലമാനവുമാർക്കും കർത്താവിനെ ജീവൻ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ഇവരെ ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.